ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ അലോവേര ജെല്ലാണ് തയ്യാറാക്കുന്നത്. ഹോം മെയ്ഡ് അലോവേര ജെൽ. നോക്ക്. ചെറുതായതുകൊണ്ട് ജെല്ല് കുറവായതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാനുമ്പോൾ തീരെയില്ല. ഇതെല്ലാം നമുക്ക് ഇതേപോലെ കണ്ടില്ലേ, ഒറ്റ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാനും ബുദ്ധിമുട്ടാണ്. വേഗം ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്കത് ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ. അത് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചേക്കണം. നമ്മൾ ഈ ജെല്ല് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് അല്ലാതെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കണം. ഇനി എല്ലാം അതിൻ്റെ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് കഴുകി
മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയിട്ട് അതിനകത്ത് പച്ച നിറത്തിലുള്ളതൊക്കെ നമ്മൾക്ക് റിമൂവ് ചെയ്ത് മാറ്റണം. എല്ലാം നമുക്ക് കഴുകി നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കണം. അതിൽ ആ മഞ്ഞ നമ്മൾ ചാരി വെച്ചിരുന്നാൽ കുറേ സമയം ചാരി വെക്കുമ്പോൾ കുറേ അതിൻ്റെ ആ കറയങ്ങ് പോകും. എന്നാൽ തന്നെയും അതിൽ ഉള്ളിൽ കറ ഉണ്ടാവും. അത് നമ്മൾ നല്ല പോലെ നല്ല ക്ലീനാണ്. ആ മഞ്ഞ കളർ മാറുന്നിടം വരെ നമ്മൾ കഴുകി വൃത്തിയാക്കി വേറെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്കെടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ചെറിയ പീസാക്കുന്നതാണ് എളുപ്പം കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്ത് അത് വളരെ താമസമാണ്. ഇത് ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ല ഒഴിക്കാതെ വേണം നമ്മളത് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തു കൊണ്ടുവരാം. നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്കത് അരച്ചു കൊണ്ടുവരും. വെള്ളമൊന്നും ഒഴിക്കരുത്. അഥവാ അരഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു കരിഞ്ഞെന്ന് ഒരു ലേശം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കണ്ട. അത് നമ്മൾ അരച്ചുകൊണ്ട് നിന്നിട്ട് കണ്ട കുറച്ച് ജെല്ലേ ഇട്ടിയുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ചെറിയ തണ്ടായതുകൊണ്ടാണ് ജെല്ല് കുറവായിരുന്നു. അത്രയും നമ്മൾ ലീഫ് എടുത്തിട്ടും ജെല്ല് കുറവായിരുന്നു. ഇത് നമ്മൾ ഇനി സ്പൂണൊന്നും എടുത്തില്ല, ഞാൻ കൈ കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമുക്ക് ഒരു തുള്ളി കൂടി ഉണ്ടായിരുന്നു, അതും കൂടി എടുത്ത് എത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഞാനൊരു പഴയൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ബൗളാണ് അത്. ഓവനിലൊക്കെ വെക്കുന്ന ബൗളാണത്, കട്ടിയുള്ള ബൗളാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുമ്പം പൊട്ടാത്ത എന്തെങ്കിലും പാത്രങ്ങളെ വെക്കാവുള്ളൂ. പ്ലാസ്റ്റിക്കൊന്നും വെക്കണ്ട. ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെത് പൊട്ടാത്തത്, ഈ ഓവനിലൊക്കെ വെക്കുന്ന അങ്ങനെയുള്ള പാത്രങ്ങൾ, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയാലും വെച്ചാൽ മതി. ഇതാകുമ്പോൾ ഞാൻ ഈ പാത്രം ഇത് അങ്ങനെ പെർഫെക്റ്റ്, ഇത് ഇത്തിരി വെയിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കരുതും ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നത്, പാത്രത്തിനത് ഒഴിച്ചിട്ട് പാത്രത്തിൽ ഇളക്കിയതൊക്കെ തന്നെ അത് അനങ്ങുന്നില്ലല്ലോ എന്ന് കരുതും. ഞാൻ ആ വെള്ളം തിളയ്ക്കുന്ന ആ പാത്രത്തിനകത്ത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ചെറുത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഗ്ലാസിൻ്റെ ബൗൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പിടിക്കണ്ട, അതന്നേരം അങ്ങനെ അവിടെ ഇരുന്നോളൂ. എന്നാൽ പിന്നെ അലൂമിനിയം പാത്രത്തിൽ മുട്ടത്തതുമില്ല ഈ നമ്മുടെ ഈ ബൗള്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/2 സ്പൂൺ കോൺഫ്ലവർ നമ്മൾ അല്പം റോസ് വാട്ടറിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്തത്, വെള്ളത്തിലല്ല. പിന്നീട് അതവിടെ ഇരിക്കട്ടെ. നമ്മളിത് ജെല്ല് അതിൽ ഈ ജെല്ലിനകത്തിൽ ജലാംശം എല്ലാം കുറേ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കത് ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അത് അടിക്ക് പിടിക്കാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഞാൻ തന്നെ തയ്യാറാക്കിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് ഒരു 1/2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ ഇത്തിരി നേരം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് അടിയിൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് കൈ വിടാതെ ഇളക്കണമെന്ന് പറഞ്ഞത്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്.
നല്ല തിക്കായതിന് ശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ജെല്ല് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിക്കാവുന്നിടം വരെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ അലോവേര ജെല്ല് റെഡിയായി കിട്ടുന്നതെന്ന് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതും നല്ലത് തന്നെ, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വെറുതെ പാഴാക്കി കളയണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഇനിയിപ്പം അങ്ങോട്ട് തണുപ്പൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഈ ജെല്ലൊക്കെ ആവശ്യമാണിത്. നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റായി നല്ല കൂളിംഗ് ആയിട്ടും ഇരിക്കും. അതുപോലെ നമ്മുടെ തലയിൽ തേക്കാനും നല്ലതാണ്. താരനൊക്കെ അങ്ങ് പോവും. താരനുള്ള ഭാഗത്തൊക്കെ ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ താരനൊക്കെ പോവും. അതുപോലെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് കിടന്നോളും. നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും കറ്റാർവാഴ. അതുപോലെ കറ്റാർവാഴ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നവർ ഈ തലനീരിറക്കം പ്രശ്നമുള്ളവർ, കോൾഡിൻ്റെ പ്രശ്നമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർ തലയിലൊന്നും അധികമൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്ലൈ ചെയ്താൽ അധിക സമയമൊന്നും ഇരിക്കാണ്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം. തലനീരിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. എനിക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ടൊന്നും തലയിൽ ഒന്നും തണുത്തൊന്നും ചെയ്യാനൊക്കില്ല. കൈ കഴിക്കുന്നുണ്ട്. ഇനി ഇടത് കൈ കൊണ്ടൊന്നും ഇളക്കുന്നത്, ഇടത് കൈ കൊണ്ടൊന്നും ചെയ്യാനറിയത്തില്ല എനിക്ക്. അതുകൊണ്ട് പറ്റൂല, അത് ഇളക്കാനും അങ്ങനെ പറ്റൂല. നമ്മുടെ താഴത്തെ പാത്രത്തിൽ വെള്ളം തിളച്ച് വറ്റി, ഒരു പാത്രം നിറയെ വെള്ളം വെച്ചതാണ്, തിളച്ച് വറ്റിയിട്ടുണ്ട്. നോക്ക്, നമ്മുടെ ജെല്ല് നല്ല തിക്കായിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഫോമായിട്ട് മാറിയിട്ടുണ്ടത്. നല്ല തിക്കാവുന്നുണ്ട്. നമുക്കിനി സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ചൂട് കൊണ്ട് തന്നെ ഇരുന്നങ്ങ്, ആ ബൗള് നല്ല ചൂടാണ്, അതിലിരുന്ന് തന്നെ അങ്ങ് സെറ്റായിക്കോളും. അങ്ങ് നമ്മൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്താലും നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ പാത്രം തണുക്കുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നോക്ക്, നമ്മൾ സ്റ്റൗവിലിരുന്ന സമയത്ത് ഇത് ഒത്തിരി ഒരു ലൂസ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അത് പാത്രം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തിക്കായി. ഇനിയും തിക്കാ. നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ട പോലെ അങ്ങ് ആയിക്കോളൂ. അങ്ങ് നല്ല തിക്കായിട്ടുണ്ട്. നേരത്തെ ഞാൻ ക്യാരറ്റിൻ്റെ ക്രീം തയ്യാറാക്കിയില്ലേ, അത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി നല്ല ക്രീം പോലെ തന്നെയായി. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ഒരു ലൂസ് കണ്ടൻറ്റ് ആണെന്ന്. അന്നേരം അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ എങ്കിൽ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം നല്ല തിക്കായിട്ട് നല്ല ക്രീമായിട്ട് തന്നെ കിട്ടി. നോക്കൂ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കൂ എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അലോവേര ജെല്ല് നല്ല സ്മൂത്തായിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഒബ്സർവ് ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ഗ്ലോ ഇല്ലേ. നന്നായിട്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ജെല്ല് കുറവേ ഉള്ളായിരുന്നു, ചെറിയ ലീഫ് ആയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഒരു 2 ആഴ്ച ഒക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാനുള്ളതുണ്ട്. 2 ആഴ്ചത്തേക്കുള്ളതൊക്കെ ഉണ്ട്. ഇനി അതിന് ശേഷം പിന്നീട് നമുക്ക് തയ്യാറാക്കിയാൽ മതി. നമുക്കിനി അതൊരു ജാറിലേക്ക് മാറ്റാം. എല്ലാം കോരി അതിലേക്ക് മാറ്റാം. ഇനി ഇത് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നും കൂടെ തിക്കായിക്കോളും. കുറച്ച് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിക്കോളും. എല്ലാം നമുക്ക് അതിലേക്ക് ആക്കാം. നോക്ക്, അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ goodbye my dear friends. Thank you for watching.